ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ജാഗ് ഫ്രൂട്ട് എങ്ങനെയാണ് അതുകൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കുന്നതെന്നൊരു വീഡിയോയാണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം പഴുത്തിട്ടുള്ളൊരു ജാഗ് ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ജാഗ് ഫ്രൂട്ട് ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ ഉള്ളിൽ ഒരു കുരു പോലത്തെ ഒരു സംഭവം ഉണ്ടാകും. അപ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാണ്. നമുക്ക് മുഴുവൻ സെപ്പറേറ്റ് ചെയ്തിട്ട് കാണാം. ഇത് അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു ബ്രൗൺ റെഡിഷ് കളറാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു നേരി ചൂടുള്ളൊരു വെള്ളത്തിലേക്ക് നമ്മൾ ഈ കുരു ഇങ്ങനെ മാറ്റിയിടുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഏകദേശം ഇങ്ങനത്തെ ഒരു കളറാണ് കിട്ടുന്നത്. നല്ലൊരു റെഡിഷ് കളറ്. ഇതുപോലത്തെ ഒരു ബൗളിൽ ഒരു ഇച്ചിരി വെള്ളം നേരി ചൂടാക്കിയിട്ട് ഇച്ചിരി ചൂടാറിയിട്ടുള്ളൊരു വെള്ളമായാലും മതി. അപ്പോൾ അങ്ങനത്തെ ഒരു വെള്ളം കൊണ്ടിട്ട് നമ്മളിതാ കുരു അതിലോട്ട് ഇടുകയാണ്. അപ്പോൾ രണ്ട് പീസസിന് കുരു ഇതിലോട്ട് നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത് നാരങ്ങ വേണം, ഒരു അരയായാലും മതി, പിന്നെ ഇച്ചിരി പാല് വേണം. അതുപോലെ ഈ ഒരു സംഭവം ഇതിലൊഴിക്കുന്നൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ രണ്ട് ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്, ഓറഞ്ചും അതുപോലെ മാംഗോ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. ചിലവർക്ക് രണ്ടും ഇഷ്ടപ്പെടും, അത് രണ്ടെണ്ണം ഇടാം. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലേവർ ആയാലും ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും, മാർക്കറ്റിലൊക്കെ. നമ്മൾ കുരു സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്നതാ ഇതേപോലത്തെ ഒരു സംഭവം, ഈ യെല്ലോ കളറിലെ, അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാണ്. അപ്പോൾ ഒത്തിരി ഷാർപ്പായിട്ട് നമ്മൾ സ്പൂൺ വെച്ച് ചിരണ്ടരുത്. ചിരണ്ടി കഴിഞ്ഞാൽ ആ ഒരു പീലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ അത്രയ്ക്കും ടേസ്റ്റ് കുറവാണതിന്. അതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ പീൽ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ രണ്ട് ഇത് ഹാഫാക്കിയതിൽ നിന്നും ആ ഒരു സംഭവം ഇതുപോലെ നല്ല പഴുത്തിട്ട് പൾപ്പ് എന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മളിങ്ങനെ ചിരണ്ട. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിക്കാം. അപ്പം ഞാൻ ഈ ഒരു കപ്പിൽ ഒരു ഹാഫോളം പാല് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ മാംഗോ ഫ്ലേവറാണ് കേട്ടോ എടുക്കുന്നത്. മാംഗോ ഫ്ലേവർ അത്യാവശ്യം അറിയാൻ പറ്റുള്ളൂ, ഒരു 2 to 4 ടേബിൾ സ്പൂൺ എടുത്താൽ മതി, അത്ര ഉപയോഗിക്കാം. നല്ല സ്മെല്ലാണ് ഇതിന്. ഇപ്പോൾ രണ്ടും വേണ്ടവർക്ക് രണ്ടെണ്ണം ഉപയോഗിക്കാം. അപ്പം ഞങ്ങളിവിടെ രണ്ടെണ്ണമാണ് എടുക്കുന്നത്, കുറച്ച് എടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഉള്ളിലത്തെ ആ ഒരു സംഭവം പൾപ്പ് എടുത്തിട്ട് ഇങ്ങനെയാണ് കിട്ടണത്. നമ്മുടെ ആ ഒരു കുരു ഇങ്ങനെ വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിനും ഒരു റെഡിഷ് കളർ ഉണ്ടാകും. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു കുരുവിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ആ വെള്ളത്തിലോട്ട് പോയിക്കോളും. നല്ലപോലെ ഇങ്ങനെ അമർത്തി ചെയ്യുമ്പോഴേക്കും ആ ഒരു കളറ് നല്ല റെഡിഷ് കളറാണ്. ആ കുരുവിൻ്റെ സെയിം കളറ് വെള്ളത്തിനും കിട്ടും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല്, അതുപോലെ ഈ രണ്ട് ഫ്ലേവേഴ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ ഒരു ജാഗ് ഫ്രൂട്ടും കൂടി ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതും കൂടി ഇതിൻ്റെ ഒരു ജ്യൂസ് അതിലേക്ക് കുരു പാടില്ല, വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത്. നല്ല കണ്ടോ റെഡിഷ് കളറാണ്. നമുക്കത് നല്ലപോലെ അത്യാവശ്യത്തിനുള്ളത് ഒഴിക്കുക. അതായത് കളറും ഫ്ലേവറും കിട്ടും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതാണ് ഗാഗ് ഫ്രൂട്ട്. ഗാഗ് ഫ്രൂട്ടിൻ്റെ സ്വദേശം വിയറ്റ്നാമാണ്. ഇതിൽ കണ്ടമാനം ബീറ്റാ കരോട്ടിനൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ക്യാൻസർ രോഗികൾക്കും കോശങ്ങൾ വളരാനും ക്യാൻസറിനെ പ്രതിരോധിക്കാനും ക്യാൻസർ വരാണ്ടിരിക്കാനുള്ള ഒരു മരുന്നും കൂടിയാണിത്. ഇത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിൻ്റെ സീഡ് വേണ്ടവർക്ക് ഞാൻ ഇന്നത്തെ ഫോൺ നമ്പർ ഇട്ടേക്കാം. ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി. സീഡ് നിങ്ങൾക്ക് തപാൽ വഴിയോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തരുന്നതായിരിക്കും.
പിന്നെ നമ്മളുടെ ഒരു അരമുറി നാരങ്ങ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇത് ഇടാവുന്നതാണ്. പിന്നെ ഈ ഒരു സംഭവത്തെ പറ്റി ഡൗട്ട് ഉണ്ടാകും ചിലവർക്ക്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിൽ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിതിൽ ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് 750 ml ആണിത്. ഓറഞ്ച് ഫ്ലേവറും അതുപോലെ ഇത് മാംഗോ ഫ്ലേവറാണ്. അപ്പോൾ മാംഗോ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാംഗോ ഉപയോഗിക്കാം. ഓറഞ്ച് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഓറഞ്ച് ഫ്ലേവറും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 കറക്റ്റ് എത്തില്ല, പക്ഷെ നല്ല ഗുണമുള്ളതായതുകൊണ്ട് 200 അടുക്കിയാണ് ഇതിൻ്റെ റേറ്റ് വരണത്. നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഗുണമുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പാലൊത്തിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായി പോകുക. അപ്പോൾ അത്യാവശ്യത്തിനുള്ളത് ഉപയോഗിക്കാം. നമ്മളിങ്ങനെ ജ്യൂസ് മാത്രം സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരുന്നുണ്ട്. ഇതിൻ്റെ കുരു ഇങ്ങനെ മാറ്റിയിട്ട് ഇടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സംഭവം ഇങ്ങനെ കിട്ടും. കുരു ഇതിലേക്ക് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ നെക്കിക്കഴിഞ്ഞാൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി നെക്കാനായിട്ട് ആരും മറക്കരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മുടെ പുതിയ ചാനലാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടെങ്കിൽ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നതാണ്. ആ നമ്പറിൽ വിളിക്കുക. അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമ്മൾ നോക്കിയിട്ട് റിപ്ലൈയും തരുന്നതായിരിക്കും കേട്ടോ. ഇതിന് അത്യാവശ്യം ഒത്തിരി കുരുവൊന്നും ഇല്ലതാ, ഇത്രയൊക്കെ കുരുകൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിലിങ്ങനെ കുരുവൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയായിട്ട് ഇങ്ങനെ കിട്ടും. കുറച്ച് സ്ലൈമി കൺസിസ്റ്റൻസിലാണ്. നമ്മൾ വെള്ളം ഇതിലേക്ക് ഒത്തിരി ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഇച്ചിരിയോളം ഉപ്പ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഒത്തിരി ഒന്നും എടുക്കണില്ല, വളരെ കുറച്ച് ഉപ്പാണ്. പിന്നെ നമ്മൾ കുരു സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു മിക്സി ഗ്രൈൻഡറിലേക്ക് ഒഴിക്കുകയാണ്. നല്ലൊരു കളറാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള സാധനമാണ്. ഇതിലേക്ക് നമുക്ക് നേരി ചൂടാറായിട്ടുള്ള വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ചെറിയൊരു ചെറുനാരങ്ങ അരയോളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതങ്ങനെ പൊതുവേ ആരുടെയും വീടുകളിൽ അധികമായിട്ട് ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് നമ്മൾ ശുദ്ധമായിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ വീട്ടിൽ നട്ടിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ ചെന്ന് നോക്കിയാൽ മതി. അത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കുരു ഇതിലോട്ട് നേരി വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ചൂടാക്കിയ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ നമ്മൾ കൈവച്ച് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം ഈ വെള്ളം നമുക്ക് ഇതിലോട്ട് തന്നെ ഒഴിക്കാം. ഈ ഒരു ഫ്ലേവർ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് കട്ടിയുള്ളൊരു ഫ്ലേവറാണ്. കുറച്ച് തിക്കായിട്ടുള്ളൊരു മിക്സ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി തിക്കാവില്ല. നമുക്ക് അത്യാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ആ ഒരു സംഭവങ്ങളെല്ലാം ഒന്ന് യോജിച്ച് വരാൻ വേണ്ടി. എന്നിട്ട് നമുക്കിത് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടിച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി പാല് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി തിക്കായില്ല. അപ്പോൾ കുറച്ച് ലൂസാക്കാന്ന് കരുതി കുറച്ചും കൂടി പാലും കുറച്ചും കൂടി വെള്ളം ആഡൊക്കെ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇത്ര അല്ല കേട്ടോ, ഇത് ഒരെണ്ണം കൊണ്ട് തന്നെ നമുക്ക് കാണിച്ചു തരാവേ. ഇത് ഒരെണ്ണം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വലിയൊരു കലത്തിനായിട്ടുള്ള രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യമുണ്ട്.